ബി.ജെ.പിയുടെ സ്വപ്നങ്ങളുടെ ചിറകൊടിച്ച് ടീം പി.എസ്.ആറിൻ്റെ അന്തിമ സർവേ. ഈ മാസം 6-നാണ് ടീം പി.എസ്.ആറിൻ്റെ അന്തിമ സർവേ പുറത്തു വന്നിരിക്കുന്നത്. ടീം പി.എസ്.ആറിൻ്റെ സർവേ മാറിയും മറിഞ്ഞു വരുന്നു. 3-ാം ഘട്ട സർവേയിൽ അവർ പറഞ്ഞത് LDF നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നാണെങ്കിൽ, 4-ാം ഘട്ട സർവേയിൽ, അതായത് അവസാന സർവേയിൽ, അവർ പറഞ്ഞത് UDF നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നാണ്. ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ് ടീം PSR സർവേയുടെ ഫലം. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന 2 സീറ്റുകളിൽ BJP വിജയിക്കില്ല എന്നാണ് ടീം PSR സർവേ പറയുന്നത്. അതിലൊന്ന് തിരുവനന്തപുരത്തെ നേമമാണ്. തിരുവനന്തപുരത്തെ നേമത്ത് വി ശിവൻകുട്ടി BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറെ തോൽപ്പിക്കും എന്നാണ് ടീം PSR സർവേ പറയുന്നത്. കോൺഗ്രസ് വോട്ടുകൾ KS ശബരിനാഥനിൽ കേന്ദ്രീകരിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി ശിവൻകുട്ടി സ്വന്തമാക്കുമെന്നും അതുവഴി രാജീവ് ചന്ദ്രശേഖറുടെ വഴിയടയും എന്ന BJP പ്രവർത്തകർക്ക് നിരാശ നൽകുന്ന ഫലമാണ് ടീം PSR പറഞ്ഞിരിക്കുന്നത്. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ തോൽക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നും ടീം PSR സർവേ പറയുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥി നടൻ രമേശ് പിഷാരടി ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കും. ശോഭാ സുരേന്ദ്രന് രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ട് ഷെയറിൻ്റെ വ്യത്യാസം 3% ടീം PSR സർവേ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന് BJP പ്രതീക്ഷ വയ്ക്കുന്ന തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ അവിടെ പരാജയപ്പെടുമെന്നും UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ തൃശ്ശൂരിൽ വിജയിക്കുമെന്നും സർവേ പറയുന്നു. മറ്റൊന്ന് കഴക്കൂട്ടമാണ്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ പ്രചരണത്തിൽ വളരെ ചലനമുണ്ടാക്കി. കടകംപള്ളി സുരേന്ദ്രനും ശരചന്ദ്ര പ്രസാദും, LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനും UDF സ്ഥാനാർത്ഥി ശരചന്ദ്ര പ്രസാദും പ്രചരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വി മുരളീധരൻ പ്രചരണം തുടങ്ങി. പക്ഷേ ടീം PSR സർവേ പറയുന്നത് അവിടെ കടകംപള്ളി സുരേന്ദ്രൻ സുരക്ഷിതനാണ് എന്നാണ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് കോൺഗ്രസിന് അങ്ങേയറ്റം ടീം PSR സർവേ പ്രവചിക്കുന്നത് 3 സീറ്റാണ്. 1 കോവളം, 2 വട്ടിയൂർക്കാവ്, 3 തിരുവനന്തപുരം സെൻട്രൽ. ഈ 3 സീറ്റുകൾ മാത്രമാണ് ടീം PSR സർവേ പ്രവചിക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരം സെൻട്രലിലും വട്ടിയൂർക്കാവും ടൈറ്റ് ഫൈറ്റാണെന്ന് ടീം PSR സർവേ പറയുന്നു. ചുരുക്കത്തിൽ BJPക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല കേരളത്തിൽ എന്നുള്ളതാണ് ടീം PSR സർവേ പറയുന്നത്. BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരൊന്നും കേരളത്തിൽ പ്രാവർത്തികമാകുകയില്ല. BJP നടത്തുന്ന പ്രചരണങ്ങൾ കേരളത്തിൽ വിലപ്പോവുകയില്ല. കേരളത്തിലെ പല മണ്ഡലങ്ങളും മാറിയും മറിഞ്ഞും വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥിതിയിലാണെന്നാണ് അന്തിമ ഘട്ടത്തിലെത്തുന്ന ടീം PSR സർവേ പറയുന്നത്. കൊല്ലത്ത് UDF വലിയ മുന്നേറ്റം നടത്തുമെന്ന് അവർ പറയുന്നു. കൊല്ലത്ത് 5 സീറ്റില്ലെങ്കിലും UDF വിജയിക്കും എന്നാണ് ടീം PSR സർവേ പറയുന്നത്. എന്തായാലും കേരളത്തിൽ ഇഞ്ചോട് ഇഞ്ച് മത്സരം. അന്തിമ ഘട്ടത്തിൽ എത്തുമ്പോൾ ടീം PSR സർവേ പറയുന്നത് UDF 72 മുതൽ 79 വരെ സീറ്റ് നേടാം എന്നാണ്. LDF 65 മുതൽ 69 വരെ സീറ്റ് നേടാം എന്നാണ്. ഇഞ്ചോടിഞ്ച് തന്നെയാണ് മത്സരത്തിൻ്റെ ഫലമെന്ന് അവർ പറയുന്നു. ടീം PSR സർവേ പല ഘട്ടങ്ങളായി കേരളത്തിൽ സർവേ നടത്തിയ ദേശീയ ടീമാണ്.
അവരുടെ സർവേ എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ അടിയൊഴുക്കുകൾ കുറവാണ് എന്നാണ് അവർ പറയുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം കോൺഗ്രസിന് ഗുണം ചെയ്തുവെന്നും അവർ പറയും. എന്തായാലും BJPക്ക് നിരാശ ഫലം ഇത്തവണയും.